നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ ഹൈക്കോടതി ഉത്തരവ് തിരുത്തി വിചാരണ കോടതി. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചിട്ടില്ല എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. കേസിൽ വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ തുടങ്ങി. സർക്കാർ അനുമതി കിട്ടിയാൽ ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി അജയകുമാർ പറഞ്ഞു. അതേസമയം വിധിക്ക് ശേഷം അതിജീവിത ആദ്യമായി പൊതുവേദിയിലേക്ക് എത്തുകയാണ്. സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിലാണ് അതിജീവിത മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. ശ്യാം ദേവരാജ്, റോഷിപാൽ എന്നിവർ വിവരങ്ങളുമായി. ആദ്യം ശ്യാമിലേക്കാണ്. ശ്യാം, കോടതി വിധി, ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായി വിചാരണ കോടതി വിധിയിൽ ചില കാര്യങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്. അതോടൊപ്പം തന്നെ അപ്പീൽ നൽകാനുള്ള ആലോചനകൾ വളരെ ശ്രദ്ധിച്ച് വേണം എന്ന കാര്യവും സർക്കാർ ഇപ്പോൾ പ്രോസിക്യൂഷനോട് പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ ശ്യാം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുമെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ളവരെ ഗൂഢാലോചന കേസിൽ 4 പ്രതികളെ കുറ്റവിമുക്തരാക്കി. അക്കാര്യവും മാത്രമല്ല മറ്റു പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷയാണ് നൽകിയത്. ഇതിനെതിരെയുമാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുന്നത്. ഇതിന് വിധിന്യായം പരിശോധിച്ചുകൊണ്ട് വരികയുമാണ്. ഈ കേസിലെ സുപ്രധാനമായ ഒരു തെളിവാണ് മെമ്മറി കാർഡ്. നേരത്തെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ഹൈക്കോടതി കണ്ടെത്തിയിരുന്ന 2021 ഡിസംബർ 7 വിധിയനുസരിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നത് മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത് കോടതിക്ക് പിഴവ് പറ്റിയെന്നായിരുന്നു. മാത്രമല്ല അതിജീവിതയുടെ താല്പര്യം സംരക്ഷിക്കാനായില്ല എന്നും ഹൈക്കോടതി അന്നത്തെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിജീവിതയുടെ മൗലികാവകാശമായ സ്വകാര്യത ലംഘിച്ചു എന്ന കാര്യം കൂടി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ഇക്കാര്യങ്ങളെ തള്ളിക്കളഞ്ഞാണ് വിചാരണ കോടതി അതിന്റെ വിധിന്യായത്തിൽ 938ാം ഖണ്ഡികയിൽ നിരീക്ഷണം നടത്തുന്നത്. മെമ്മറി കാർഡ് പരിശോധിച്ചത് അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചിട്ടില്ല എന്നാണ് വിചാരണ കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് കണ്ടെത്തലിന് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ ഈ നിരീക്ഷണം. ശരി, റോഷിപാൽ, ഇതിനിടയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, അതിജീവിത സർക്കാരിന്റെ വിരുന്നിൽ പങ്കെടുക്കുന്നു. അങ്ങനെ വിഷമിച്ച് അടച്ചിട്ട മുറിയിലിരിക്കുകയല്ല എന്നുള്ളതാണ്. എന്താണ് റോഷിപാൽ വിശദാംശങ്ങൾ? സ്മൃതി, തിരുവനന്തപുരത്ത് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലാണ് സാംസ്കാരിക നായകർക്കും സമുദായ സംഘടനാ നേതാക്കൾക്കുമൊപ്പം അതിജീവിത എത്തിയത്. ഇന്ന് രാവിലെയാണ് സഹോദരനൊപ്പം അതിജീവിത മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനുശേഷം ഇപ്പോഴും ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ക്ലിമിസ് ബാവ ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള സമുദായ സംഘടനാ നേതാക്കളും സഭാധ്യക്ഷന്മാരും എല്ലാവരുമുണ്ട്. ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്രിസ്മസ് വിരുന്നാണ്. ആ വിരുന്നിലേക്കാണ് അതിജീവിതയെ എത്തിച്ചത്. ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് അതിജീവിതയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഏതായാലും ഈ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിജീവിത. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ തന്നെ ധരിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.